ഹായ്! ഇന്ന് ഞാൻ വന്നത് ഒരു തെരച്ചിക്കറിയുമായിട്ടാണേ. നല്ല വറുത്തരച്ച് തെരച്ചിക്കറി. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ തേങ്ങ, കൊച്ചുള്ളി, വറ്റൽമുളക്, പച്ചമുളകൊക്കെയാണ് വേണ്ടത്. ആദ്യമേ എന്ത് ചെയ്യും, നമ്മളൊരു ചട്ടി എടുത്ത് വെക്കണം. അതിൽ എണ്ണ ഒഴിക്കണം കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ചൂടാവണം. നല്ല എണ്ണ ഒഴിച്ചിട്ട് നമുക്കതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, കടുക് വറുക്കുന്ന മുളക് ഒന്ന് ഇട്ട് കൊടുക്കണം. നല്ലപോലെ അതൊന്ന് ഇപ്പോൾ നല്ല മൂപ്പിച്ചെടുക്കണം കേട്ടോ. അതുപോലെ കൊച്ചുള്ളിയും കറിവേപ്പിലയും ഒക്കെയാണ് മെയിൻ. അതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ അതൊന്ന് നല്ലപോലെ വാട്ടി എടുക്കണം. അതിനോട് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തേങ്ങയാണ്. ഞാനൊരു അര മുറി കൂടുതൽ തേങ്ങ ഇട്ടിട്ടുണ്ട്. നല്ലപോലെ അത് വറുത്ത് നല്ലപോലെ വരട്ടിയെടുക്കണം കേട്ടോ. വറന്ന് വരണം. നല്ലപോലെ അതുകൊണ്ട് കുറച്ച് തേങ്ങയിട്ട് നല്ലപോലെ അത് കാര്യങ്ങളെല്ലാം ഇട്ട് നല്ലപോലെ വറുത്ത് നല്ല ഒരുപാടങ്ങ് മൂക്കണ്ട. ഞാൻ ഒരു മീഡിയം രീതിയിലാണ് മൂപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് പുളി, നമ്മൾ പഴംപുളി ഉണ്ടല്ലോ, ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഈ പഴംപുളിയാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് വേണം നല്ലപോലെ അതൊന്ന് എന്ത് ചെയ്യാം. ഞാൻ മീൻകറി വയ്ക്കുന്ന ചട്ടിയിൽ തന്നെയാണ് കേട്ടോ ഇത് വറുക്കുന്നത്. അപ്പം കുറച്ചൊരു ടേസ്റ്റാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല കണ്ട ആ കളറ് മാറുന്നത് കണ്ട, ആദ്യമേ ഇട്ടപ്പോൾ നല്ല വെള്ള തേങ്ങ അതെല്ലാം കൂടി പിടിച്ച് നല്ലൊരു റെഡിഷ് കളറായി മാറിയപ്പോൾ അതിലേക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1.25 സ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, ഇത്രയാണ് ഇടുന്നത്. ഇതിട്ട് ഒന്നും കൂടി എന്നിട്ട് കൂടുതൽ ഇളക്കാൻ നിൽക്കരുത്. കാരണം അത് ആ പുക വരും. അപ്പം നല്ലപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി അങ്ങ് അടച്ച് വെക്കണം. നല്ലൊരു മണമാണ് കേട്ടോ ഈ വരുന്നത്. ഈ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ നല്ല വറുത്ത ഒരു മണമുണ്ടല്ലോ, ഭയങ്കര ഒരു മണമാണ്. അത് ചൂടാറാൻ ഞാൻ കുറച്ച് നേരം മാറ്റി വെച്ചിട്ട് നല്ല ചുമന്നില്ലേ തേങ്ങ, അത് മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പേസ്റ്റ് പോലെ ആയില്ലെങ്കിൽ ഒരു തരിതരിപ്പുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതാണ്. ഈ കളറിൽ നല്ലതുപോലെ അത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ അതെന്ത് ചെയ്യും, നല്ലപോലെ മിക്സ് ചെയ്ത് ഇങ്ങനെ അതെല്ലാം പറ്റിച്ചിട്ട് ഇതിന് മെയിൻ ഇടേണ്ട സാധനം എന്തുവാണ്, ഉപ്പിടണം. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ലല്ലോ. അതുപോലെ തന്നെ കറിവേപ്പില എത്രത്തോളം ഇടുമോ അത്രത്തോളം നല്ലതാണ്. പിന്നെ പച്ചമുളക്, 2 കീറിയ പച്ചമുളകും, ഒരു തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി, ചെറിയ തക്കാളിയാണ്. അത് നല്ലപോലെ അരിഞ്ഞതും അതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി അത് അടുപ്പിൽ വെച്ച് തിളപ്പിക്കണം. നല്ലപോലെ ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി വെച്ചിട്ട് അടുപ്പിൽ വെച്ച് നല്ലപോലെ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഉണ്ടല്ലോ, നല്ല ഇതിപ്പം കുഞ്ഞായിട്ട് വേണമെങ്കിൽ കട്ട് ചെയ്ത് അത്യാവശ്യം സൈസുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ തിരച്ചി ഓരോരോ പീസായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിട്ടിട്ട് അതിൽ കിടന്ന് നല്ലപോലെ ഒന്ന് വേവണം. കുറച്ചുകൂടി ചെറിയ പീസാണെങ്കിൽ ഒന്നൊന്ന് വേവും. ഇത് നല്ലപോലെ വേവും. കുറച്ച് നേരം നല്ലപോലെ തീ കുറച്ചിട്ടിട്ട് നല്ലപോലെ പറ്റിക്കണം. നല്ലപോലെ വെച്ചാൽ ഒരിക്കലും നമുക്ക് ചാറ് വേണമല്ലോ. എന്നിട്ട് അവസാനം എന്ത് ചെയ്ത് നല്ല എണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ എടുക്കണം. നല്ല ടേസ്റ്റാണേ, സൂപ്പറാണേ.